നന്ദീശ, ആ പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മളോട് ഫോണിൽ സംസാരിച്ചിരുന്നില്ലേ? ആ ക്ലയന്റിന്റെ പേരെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? മലയാളി, അത് എന്നോട് ധനഞ്ജയ് പിള്ള എന്നല്ലേ പറഞ്ഞത്? ആ, ധനഞ്ജയ് കറക്റ്റ് ആണ്. പിള്ളയല്ല, വർമ്മയാണ്. ധനഞ്ജയ് വർമ്മ എന്നാ. എന്താ മുതലാളി? സൗത്ത് അമേരിക്കക്കാരിയാണെന്നും പറയുന്നു. ഇന്ന് തന്നെ പ്രോപ്പർട്ടി വാങ്ങാൻ വരുമെന്നും പറയുന്നു. മുന്നും പിന്നും അറിയാത്ത ഒരു ക്ലയന്റിനെ പ്രോപ്പർട്ടി കാണിക്കുന്നതായാലും അത് വിൽക്കുന്നതായാലും രണ്ടും ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഐ വിൽ ചെക്ക് ഇറ്റ്. ദേ വന്നു നോക്ക്. അയാളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിലുണ്ട്. സ്വന്തമായിട്ട് ഖനികളുണ്ട്. 400-500 NGOകൾക്ക് സഹായം വരെ ചെയ്യുന്നുണ്ട്. ഫോബ്സ് മാഗസിന്റെ ലിസ്റ്റിലും ഉണ്ട്. പക്ഷേ അയാളുടെ മകളെ പറ്റി ഒരു ഇൻഫർമേഷനും ഇല്ല. അവളുടെ ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല. എനിവേ, നമ്മളെന്തായാലും കാണാൻ പോവല്ലോ. മുതലാളി, ആ പ്രോപ്പർട്ടി അവർ വാങ്ങുന്നുള്ളതിന് നമുക്കെന്തെങ്കിലും ഉറപ്പുണ്ടോ? നമ്മൾ എടുത്തു ചാടി ഒരു ഡിസിഷനും എടുക്കണ്ട നന്ദീച്ച. തിരക്ക് പിടിച്ചൊരു തീരുമാനം എടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ആദ്യം എനിക്ക് എതിരിൽ നിൽക്കുന്നവരെ വിശ്വാസം തോന്നണം. തൽക്കാലം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. മീറ്റ് ചെയ്ത് നോക്കാം, സംസാരിച്ച് നോക്കാം. വിശ്വാസം വന്നാൽ അപ്പോൾ ഒരു തീരുമാനം എടുക്കാം. ഈ കൊലുസ് ഇന്നലെ കാറിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് 100% അവളുടെ ആയിരിക്കും. ഇത് അവളുടെ ആണെങ്കിൽ ഇന്നലെ അവളെ കണ്ടുവന്നത് സത്യ. അവൾ കാറിലുണ്ടായിരുന്നതെന്നും സത്യ. വഴി മുഴുവൻ എന്നോട് സംസാരിച്ച് എന്റെ മനം കവർന്നതും സത്യ. ഇതെല്ലാം സത്യമാണെങ്കിൽ പിന്നെ അവള് മായായി പോയത് എങ്ങനെയാ? നോ ചാൻസ്. വാവ്, ബ്യൂട്ടിഫുൾ. പനിനീർ പൂ വിരിയുന്ന പോലെയുള്ള അതേ സുഗന്ധം, അതേ അനുഭവം തന്നെ. ബോസായിരുന്നു അത്. സത്യം പറഞ്ഞ പേടിച്ചു പോയി. അല്ലടാ, പുലിയെ പോലും പേടിക്കാത്ത നീ ഈ ഒരു സൗണ്ട് കേട്ടപ്പോ പേടിച്ചു പോയാ? ആര് പറഞ്ഞു കൊച്ചു മുതലാളി എനിക്ക് പുലിനൊന്നും പേടിയില്ലെന്ന്? അതിനെ കണ്ടപ്പോ തന്നെ ഞാൻ കണ്ടം വഴിക്ക് ഓടാൻ പോയതാ. പിന്നെ അത് എപ്പോഴാണോ ബോസിന്റെ നേർക്ക് വന്നത് അപ്പോഴാണ് എനിക്ക് അതിന് മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള ധൈര്യം വന്നത്. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാം ബ്രോ. യു ആർ എ ട്രൂ ബ്രേവ് ഹാർട്ട് ബ്രോ. ശരിയാ, പക്ഷെ നിങ്ങൾ എന്റെ കൂടെ ഉള്ളപ്പോ മാത്രം. ഓ ഫൈൻ. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അതും കയ്യിലൊരു കൊലുസൊക്കെ പിടിച്ച്. ബോസ് ഇത് കണ്ടായിരുന്നു അല്ലേ? ഇത് വെറും ഒരു കൊലുസല്ല. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് ബോസിന് അറിയാഞ്ഞിട്ടാ. അതാ പുലിയുടെ കാര്യമല്ലേ? ഓ, പുലിക്കഥയൊന്നും അല്ലെന്നേ. ആ പെൺകുട്ടിയുടെ കഥ കേൾക്ക്. പെൺകുട്ടിയാ? അതെ ബോസ്, ഇന്നലെ നമ്മുടെ കാറിലൊരു സുന്ദരി കുട്ടി കയറിയെന്നേ. ആ സുന്ദരിയെ ഈ ഞാനാണ് നമ്മുടെ നാട് വരെ കൊണ്ടാക്കിയത്. അതെ കൊച്ചു മുതലാളി, അവളുടെ നടപ്പിനൊരു പ്രത്യേകതയുണ്ട്, അവളുടെ സംസാരത്തിനും ഒരു പ്രത്യേകതയുണ്ടെന്നേ. സത്യം പറഞ്ഞ അവളുണ്ടല്ലോ, അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. റിയലി? അവള് നാടൻ കുട്ടിയായിരുന്നോ അതോ മോഡേൺ ആയിരുന്നു? കാണാനൊരു നാടൻ കുട്ടിയായിരുന്നു. എന്തായാലും അവളൊരു പ്രത്യേക ബ്യൂട്ടി ആയിരുന്നു. ഓ, നാട്ടിൻപുറത്തുകാരിയായിരുന്നു? അതെ ബോസ്, അവളങ്ങനെ നാടൻ കുടുങ്ങിയെന്ന് കളിയാക്കണ്ട. തൃശൂൽ, ഈ നാടൻ നാണം കുടുങ്ങി പെണ്ണുങ്ങള് നിനക്ക് സൂട്ടാവായിരിക്കും. അല്ല, നിനക്ക് കറക്റ്റ് സൂട്ടായിരിക്കും അവര്. ഐ എം റിയലി നോട്ട് ഇൻട്രസ്റ്റഡ് ബ്രോ. യു നോ വാട്ട്, വൈ ഡോണ്ട് യു ഗിവ് ടു ട്രൈ? ഹൂ നോസ്, ചിലപ്പോ അവളായിരിക്കും നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണ്. അതൊന്നും നടക്കില്ല ബോസ്, അവൾ അത്രയും സുന്ദരിയായിരുന്നേ. ബോസ് ഒറ്റ തവണ ഒന്ന് കണ്ടാ മതി. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല തൃശൂർ, എനിക്ക് വേറെ പണിയുണ്ട്. എന്തായാലും അവളെ ഞാൻ ബോസിന് ഉറപ്പായിട്ട് ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ മനസ്സിലാവും ബോസിന് അവൾ എന്തുമാത്രം സുന്ദരിയാണെന്ന്. അപ്പൊ ബോസ് വാ പൊടിച്ച് നിൽക്കുന്നത് കണ്ടോ? അല്ല, ഇനി അവളെ കാണാൻ പറ്റുമോ?
ഹായ്, ഞാൻ വീർ. നിങ്ങളോട് ഫോണിൽ സംസാരിച്ച ഞാനാണ്. 5 മിനിറ്റ്, മാഡം താ വന്നോണ്ടിരിക്കാം. ഓക്കെ. ഹായ് സർ. ഇൻ 5 മിനിറ്റ്സ് മാഡം താ വന്നോണ്ടിരിക്കാം. ഇവന്മാരെന്താ പിന്നെയും വന്ന് ഒരേ കാര്യം തന്നെ പറയുന്നു? മാഡം വരുന്നുണ്ട്. ഇവര് ഞങ്ങള് ട്വിൻസ് ആണ്. ഓ, എന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് വാങ്ങാനായിട്ട് ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അവിടെ പുരാതനമായ ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുണ്ടെന്നും കുറെ സർപ്പങ്ങളുണ്ടെന്നൊക്കെയാണ് റൂമർ. എനിക്ക് നിങ്ങളുടെ ഈ ട്രാൻസ്പെറൻസി വളരെയധികം ഇഷ്ടമായി. ബട്ട് ഡോൺ വറി, പാമ്പുകൾക്ക് പാമ്പുകളെ പേടിയുണ്ടാവില്ല. ഐ മീൻ, സർപ്പങ്ങൾ ഞങ്ങളുടെ മാഡത്തിന്റെ കുലദേവതയാണ്, അത്രേ ഉള്ളൂ. അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രോബ്ലവും വരില്ല. സർ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സോറി, ഇഫ് ഐ എം നോട്ട് റോങ്, നാഗങ്ങൾ നിങ്ങളുടെ മാഡത്തിന്റെ കുലദേവതയാണെന്നല്ലേ പറഞ്ഞത്? അതെ സർ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആരാണ് നിങ്ങളുടെ മാഡം? ദി ഗ്രേറ്റ് ബിസിനസ് ടൈക്കോൺ ധനഞ്ജയ് വർമ്മയുടെ ഒരേ ഒരു മകൾ. ഓ, എന്റെ പേര് നീലിമ നായർ, മാഡത്തിന്റെ PA ആണ്. ഓഹോ, അപ്പൊ ശരിക്കും നിങ്ങൾ ധനഞ്ജയുടെ മകളല്ല അല്ലേ? നോ സർ, ഈ ഡീല് സൈൻ ചെയ്യുന്നതിന് വേണ്ടി അവരെന്നെ അയച്ചതാണ്. ബട്ട് സിഗ്നേച്ചർ ഇടാനും രജിസ്ട്രേഷനും ഒക്കെ അവർ നേരിട്ട് വരേണ്ടി വരില്ലേ? അവരതിനൊന്നിനും വരില്ല സർ. ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നതും എന്റെ പേരിലാണ്. നിങ്ങൾ ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന വിലയില്ലേ, അത് നമുക്ക് ഫൈനൽ ചെയ്യാലോ. മതി മതി. ഓ, ഓക്കെ. ഇറ്റ്സ് അബൌട്ട് 175 crores. നിങ്ങളത് വളരെ സില്ലി ആയിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങളുടെ മാഡത്തിന് അത് 175 രൂപയ്ക്ക് സമമാണ്. ഡോണ്ട് വെറി സർ, ഇറ്റ് വിൽ ബി ഡൺ. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാൽ എമൗണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. മാഡം, സർ, ഇറ്റ്സ് ഡൺ. വീർ, ഞങ്ങളുടെ അഡ്വക്കേറ്റ് പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക്. എത്ര വർഷമായിട്ട് സെയിലാവാതെ കിടന്ന പ്രോപ്പർട്ടിയാ. സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എത്ര പെട്ടെന്നാ കച്ചവടം ഉറപ്പിച്ചത്, അതും യാതൊരു നെഗോസിയേഷനും ഇല്ലാതെ. എവിടെയോ എന്തോ ഒരു പ്രശ്നം പോലെ. സർ, എല്ലാം ശരിയാണല്ലോ അല്ലേ? യെസ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്.
താങ്ക് യു മിസ്റ്റർ ദിഗ്വിജയ്. നിങ്ങളുടെ മാഡത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ? ശിവാനി. എന്റെ അമ്മേ, എന്തു ഭംഗിയുള്ള വീടാ ഇത്. വെൽക്കം മാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്. ശിവാനി, കണ്ടോ നീ? അല്ല, ഭൂമിയിലെത്തിയതും എല്ലാവരും ഇവിടുത്തെ ഭാഷയിൽ എക്സ്പെർട്ട് ആയല്ലോ. ശരി, ഈ വീടൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്തോളൂ. ശരി, അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മൾ എന്തിനാണോ ഇങ്ങോട്ട് വന്നേ, അതിന് ഈ സ്ഥലം സൂപ്പർ ആയിരിക്കും അല്ലേ? കാട്ടിലും മേട്ടിലും മാളത്തിലും പുറ്റിലും ഒക്കെ താമസിക്കുന്ന സർപ്പങ്ങൾക്ക് ഈ വീട് മാർവലസ് ആയ ഒന്നാണ്. അതുപോലെ എക്സലന്റും ആണ്. ഹലോ മിസ്റ്റർ ഷൂർ, നമ്മൾ ഈ പുറ്റിൽ താമസിക്കുന്ന സാധാരണ സർപ്പമല്ല, നാഗലോകത്ത് വാഴുന്ന ഇച്ഛാധാരി നാഗങ്ങളാ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. എന്തിനാ ഉച്ചയുണ്ടാക്കുന്നേ? വേണ്ടാത്ത കാര്യങ്ങൾ ആരെങ്കിലും കേട്ടാ നമ്മൾ തിരിച്ച് നാഗലോകത്തേക്ക് പോണ്ടി വരും. കുറച്ചൊക്കെ മെല്ലെ സംസാരിക്കേ. സോറി നീലിമ. ഞാൻ വന്നിരിക്കുന്നു തൃശ്ശൂർ, നിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിന്നിൽ നിന്നും വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലാണുള്ളത്. വീണ്ടും നിന്നെ മനസ്സിലാക്കിയെടുക്കാൻ, നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുവാൻ എന്നാൽ ആവുന്നത്ര ഞാൻ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് തടയാൻ ആരാലും സാധ്യമാവുന്നതല്ല. I'll see you soon, തൃശ്ശൂർ. I'll see you soon. റീസെന്റ് ആയിട്ട് വേദാവതി നഗറിലുള്ള നമ്മുടെ പ്രോപ്പർട്ടി ശിവാനി വർമ്മ എന്നൊരാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. വേറെ ഏതോ ഒരാൾ ശിവാനി വർമ്മ എന്ന പേരിൽ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് തന്നിട്ടുണ്ട്. ബട്ട് ആ പെൺകുട്ടി എന്താണ് നേരിട്ട് വരാതെ മാറി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൃശൂൽ, ഈ വിഷയത്തിൽ എനിക്കിതിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. മുതലാളി, ഹെൽപ്പ് എന്ന് ദയവായി പറയല്ലേ. എന്നോട് ഓർഡർ ചെയ്യുന്ന പോലെ പറഞ്ഞാൽ മതി. ഗുഡ്. അവരിന്ന് തന്നെ മിക്കവാറും ആ പ്രോപ്പർട്ടി ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവണം.
എപ്പോഴും ആ പ്രോപ്പർട്ടിക്ക് മേലെ ഒരു കണ്ണുണ്ടാവണം. അവിടെ എത്ര ആൾക്കാരുണ്ട്, ആരൊക്കെയാണവർ, എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം തുടങ്ങിയ മൊത്തം ഡീറ്റെയിൽസും നീ കളക്ട് ചെയ്യണം. ആയിക്കോട്ടെ മുതലാളി, ഞാൻ നോ ഡാഡ്, ഈ ജോലി അവനെ കൊണ്ട് ചെയ്യിക്കണ്ട. ഐ മീൻ, ഈ ജോലി ഞാൻ ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു ഡാഡ്. കൊച്ചു മുതലാളി, ഇതൊരു വളരെ ചെറിയ ജോലി, അത്രേ ഉള്ളൂ. ഞാനല്ല, എന്നെക്കാളും ചെറിയ ഒരാൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങളെപ്പോലെ വലിയ ആൾക്കാരൊക്കെ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചേരുന്ന പണിയല്ല. കൊച്ചു മുതലാളി, ഒരു ചെറിയ ഉറുമ്പ് ചെയ്യേണ്ട പണിക്ക് ആന അയക്കാന്നൊക്കെ പറഞ്ഞാൽ അത് കോമഡി ആയി പോവില്ലേ? അതായത് ഞാൻ ഈ ജോലി ചെയ്യാം, പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്തു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. നീ പറഞ്ഞ വളരെ ശരി തൃശൂർ. അല്ലെങ്കിലും എന്റെ സ്റ്റേറ്റസിന് ചേരാത്ത ജോലികൾ എന്തിനാ ഞാൻ വെറുതെ ചെയ്യുന്നത്? നീ ചെയ്തോ, ആൻഡ് ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. താങ്ക് യു കൊച്ചു മുതലാളി. Thank you, my boy. Trishul, I want the result as soon as possible. Okay, you guys carry on. നന്ദീശ, ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായി മുതലാളി. കൊച്ചു മുതലാളിക്ക് കുറച്ച് എടുത്തിയാട്ടം കൂടില്ല. പോയിട്ട് ഇനിയൊന്നും സംഭവിക്കില്ലെന്ന് കരുതിയല്ലേ അവനെ തടഞ്ഞത്. നീ എന്നെ എത്ര നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. ഇന്ന് എന്ത് ചെയ്തിട്ടായാലും എന്റെ ആദിശേഷനെ എനിക്ക് കണ്ടേ പറ്റൂ. അവനോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഈ ദേഹമുള്ളത് കൊണ്ടല്ലേ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നാഗരൂപത്തിലാകുന്നത്. അയ്യോ, എന്താ ഇത്? ഈ ദേഹം തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ